ചാർലി എന്ന സിനിമയ്ക്ക് ശേഷം മാർട്ടിൻ പ്രക്കാട് സംവിധാനം ചെയ്ത സിനിമ, ജോസഫ് എന്ന സിനിമയ്ക്ക് ശേഷം ഷാഹി തിരക്കഥയും സംഭാഷണവും എഴുതുന്ന സിനിമ, അതേപോലെ തന്നെ ഷൈജു ഖാലി ഛായാഗ്രഹണം, മഹേഷ് നാരായണനാണ് ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത്, വിഷ്ണു വിജയ് അതിൻ്റെ സംഗീതവും ആറാടും. ഇതിലെല്ലാം ഉപരി നമുക്കെല്ലാവർക്കും പ്രിയങ്കനായ രഞ്ജിയേട്ടനും ശശിയേട്ടനും കൂടിയാണ് ഗോൾഡ് കോയിൻ പിക്ചേഴ്സിൻ്റെ ബാനറിൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ രഞ്ജിയേട്ടനുമായിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ സഹകരിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. അതിൻ്റെ സന്തോഷം ഈ വേദിയിൽ പങ്കിടുകയാണ്. പിന്നെ ഓഫ്കോഴ്സ് എൻ്റെ സുഹൃത്തുക്കൾ അങ്ങേറ്റത് എന്നെ സിനിമയിൽ തുടക്ക സമയത്തൊക്കെ എന്നെ വണ്ടിയിൽ ചേസ് ചെയ്ത് സിനിമയിൽ എനിക്ക് വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു വ്യക്തിയാണ് ജോജു. ജോജു ഇപ്പോൾ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിട്ട് വന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വളർച്ചയിൽ തുടക്കം മുതലേ ആ വളർച്ച കണ്ട് ആ വളർച്ചയിൽ പങ്കാളിയാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അടുത്ത സുഹൃത്തും കൂടിയാണ് സിനിമയിലും ജീവിതത്തിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോജു എന്ന മനുഷ്യനും ജോജു എന്ന അഭിനേതാവും ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു അവസരത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷവും അഭിമാനത്തോടും കൂടി ജോജു എന്ന നടനെയും ജോജു എന്ന മനുഷ്യനെയും ഈ വേദിയിൽ സന്തോഷത്തിന്റെ ഭാഗമായിരുന്നു. നായാട്ട് എന്ന സിനിമയിൽ രുചിയുടെ കഥാപാത്രമാണ് ജോജു ചെയ്തിരിക്കുന്നത്. മണിയൻ എന്ന കഥാപാത്രം അത് സാധാരണ പറയുന്ന പോലെ ജോജുവിൻ്റെ ആക്ടറിന്റെ കാലിബർ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ജോസഫിന് ശേഷം ഷാഹിയോടൊപ്പം വീണ്ടും ഒരു ചിത്രത്തിലൊരു പോലീസ് കഥാപാത്രം ചെയ്യുമ്പോൾ അതിൽ എത്രത്തോളം വ്യത്യസ്തതയുണ്ടെന്നുള്ളത് സിനിമ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ജോജു എന്ന അഭിനേതാവിൻ്റെ മറ്റൊരു തലവും കൂടെ നമ്മൾ നായാട്ടിൽ കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ നിമിഷ, എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഇടിവെട്ട് അഭിനേതാക്കളാണ്. അപ്പോൾ ഇവരുടെ കൂടി പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നൊരു വലിയൊരു കടമ്പയാണ്. അതുകൊണ്ടാണ് ഞാനാണ് എന്ന് മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഒരു അപ്പിയറൻസ് കാര്യങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് അതിലെങ്കിലും ചേഞ്ച് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ മാറ്റം തന്നെ വേറെ രീതിയിലൊരു അപ്പിയറൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. നിമിഷയുടെ കഥാപാത്രം ഒരു പോലീസ് ഓഫീസർ തന്നെയാണ്, സിവിൽ പോലീസ്, വുമൺ സിവിൽ പോലീസ് ഓഫീസർ. അപ്പോൾ ഞങ്ങളുടെ 3 പേരുടെയും ജീവിതത്തിൽ, ഞാനും ഒരു പോലീസ് ഓഫീസർ തന്നെയാണ്, ഞങ്ങളുടെ 3 പേരുടെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് അത് ഏത് തരത്തിലാണ് സമൂഹത്തിലെയും അല്ലെങ്കിൽ ഈ ഒരു വ്യവസ്ഥിതിയിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതെങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഗൗരവമായ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. മാർട്ടിൻ എന്ന ഒരു ടെക്നീഷ്യൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം കുറച്ചുകൂടെ കളർഫുള്ളാണ്, കുറച്ചുകൂടെ എന്താ പറയുക ഒരു വേറെ തരത്തിൽ പാട്ടുകളും അങ്ങനത്തെ വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു അറ്റകളും ക്യാരക്ടറൈസേഷൻസും കുറച്ച് വേണമെങ്കിൽ നമുക്കൊരു ഒരു ഫെയറി ടെയിൽ എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 23 കൊല്ലത്തെ അഭിനയ ജീവിതത്തിനിടയ്ക്ക് പ്രവീൺ മൈക്കിൾ എന്ന കഥാപാത്രം ചെയ്യുമ്പോൾ ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ടാണ് ഏകദേശം ഒരു സിനിമയുടെ ക്രോണോളജിക്കൽ ഓർഡറിൽ ഏകദേശം ആ കഥ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ കഥ കാണുന്ന രീതിയിൽ സിനിമ കാണുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യാനാണ് സാധിച്ചിട്ടുള്ളത്. ഇത് വളരെ ചുരുക്കം സിനിമകൾ മാത്രമേ ആ ഓർഡറിലല്ലാതെ ഷഫിൾ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ അല്ലാതെ നോക്കുകയാണെങ്കിൽ ഒരു 90% ആ കഥ എങ്ങനെയാണോ പറഞ്ഞു പോകുന്നത്, എടുത്തു പോകുന്നത്, ആ രീതിയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെയോ പ്രവീൺ മൈക്കിൾ എന്ന കഥാപാത്രം തിരഞ്ഞെടുത്തുള്ള കോലഞ്ചേരി, മൂന്നാർ, കൂടുതൽ രാത്രി സമയങ്ങളിലായിരുന്നു, നല്ല തണുപ്പുള്ള സമയത്തൊക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനത്തെ വളരെ ദുർഘടമായ സാഹചര്യങ്ങളെല്ലാം തരണം ചെയ്തിട്ടാണ് ഈ ഒരു സിനിമയിലേക്ക് ഇതിൽ പോത്തിരുന്നതിലേക്ക് വന്നിരിക്കുന്നത്. സിങ്സ് ഔട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സൗണ്ടുകളും നമ്മുടെ ശബ്ദത്തിൻ്റെ പല വ്യതിയാനങ്ങളും ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അവിടേക്കാണ് ഈ മനുഷ്യൻ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യുന്നത്. പക്ഷേ എന്നാലും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ മാർട്ടിനോടൊപ്പം അഭിനയിക്കാനായിട്ട് സാധിക്കുക, ഈ ഒരു ടീമിനോടൊപ്പം, ഒരു കോർ ടീമിനോടൊപ്പം കൂടി നല്ലൊരു സിനിമ ചെയ്യാനായിട്ട് സാധിക്കുക, ഒരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു, ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. തിയേറ്ററിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് തിയേറ്ററുകളിൽ തന്നെ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണെന്ന് വിശ്വസിക്കുന്നത്. കാരണം അങ്ങനത്തെ ഒരു ടെക്നിക്കൽ ക്രൂ ആണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് തീർച്ചയായിട്ടും നമ്മൾ തിയേറ്ററിൽ ചെന്ന് കാണുമ്പോൾ, തിയേറ്ററിൽ തന്നെ ചെന്ന് കാണാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ സെക്കൻഡ് ഷോസ് ഓപ്പൺ അപ്പ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരും.
ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മൾ മറ്റ് പല സ്ഥലങ്ങളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ സേഫ്റ്റി പ്രോട്ടോകോൾസ് തിയേറ്ററുകളിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല സിനിമകൾ നമുക്ക് ചെയ്യാൻ കിട്ടുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഈ സിനിമയിൽ എല്ലാ ഏരിയയിലും ഭയങ്കര ടാലൻ്റായിട്ടുള്ള ആൾക്കാരാണ് പണിയെടുത്തത്. അതിലുപരി കുറേ പണിയെടുത്തിട്ടാണ് ഈ സിനിമ. എനിക്ക് തോന്നുന്നു ജോസഫിൻ്റെ സമയത്ത് തന്നെയാണ് ഈ കഥ ഷാഹി പറഞ്ഞിട്ടുള്ളത്. ഞാനാണെന്ന് മാഷിൻ്റെ അടുത്തോട്ട് ഈ കഥ ആദ്യം ഷാഹിനോട് കേൾപ്പിക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ ഈ കഥ കേൾക്കുമ്പോൾ നമ്മൾ പല ഭാഷയിലും കണ്ടിട്ടുള്ള വലിയ സിനിമകൾ പോലെ തോന്നുന്ന തരത്തിലുള്ള ഒരു ക്യാൻവാസുള്ള വലിയൊരു സിനിമയാണത്. ഒരിക്കലും അന്ന് എന്നെ മാർക്കറ്റിൽ അഭിനയിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഈ പടത്തിൽ പടമായാലും ഇതിലേതെങ്കിലും ചെറിയ വേഷം ചെയ്യുമെന്ന് ചിന്തിച്ചിരുന്നു. അന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കറങ്ങി തിരിഞ്ഞ് ഭാഗ്യം അതിലെ ഒരു പ്രധാന കഥാപാത്രം എനിക്ക് കിട്ടി. ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ 132 കിലോയിൽ അഭിനയിച്ചൊരു കഥാപാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും തടി വെച്ചിരുന്ന സമയം അതെന്ന് തോന്നുന്നു. പിന്നെ വല്ലാത്ത മോർണിംഗ് സിനിമയായിരിക്കും. വൻ പടമാണ്. നമ്മൾ അഭിനയിച്ച പടത്തെ കുറിച്ചിട്ട് നമുക്ക് അത്ര ഉറപ്പില്ലാണ്ട് ഒരു വേദിയിൽ നിങ്ങളുടെയൊക്കെ മുന്നിൽ അതൊരു വൻ പടമാണെന്ന് പറയാൻ ഒരു ചളുപ്പുണ്ടാവും. പക്ഷെ ഒരു ചളുപ്പില്ലാതെ ഞാൻ പറയുന്നത് ഒരു വൻ സിനിമയാണ്. കാരണം അത്രയും ടാലൻസ് ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. മാർട്ടിൻ്റെ ഒപ്പം മാർട്ടിൻ ചാർലി കഴിഞ്ഞിപ്പോൾ 5 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു സിനിമ തുറന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ചെയ്യുന്ന സിനിമ കുറേ സിനിമകൾ ചെയ്തില്ലെങ്കിൽ ചെയ്യുന്നതിൽ ഒരു ഐഡന്റിറ്റി വേണമെന്ന് ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് ഇടുന്ന ഷർട്ടിൽ പോലും. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് വളരെയധികം ആഗ്രഹിച്ച് ചെയ്തിട്ടുള്ള സിനിമയാണ്. ആ സിനിമയുടെ ഭാഗമാകാൻ പറ്റി. വലിയ ഒരുപാട് പ്രത്യേകതകളുള്ള കഥാപാത്രമാണ് മണിയൻ. ഇപ്പം ചാക്കോച്ചൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിൽ എൻ്റെ തുടക്കം മുതൽ എനിക്ക് ബന്ധമുള്ളത് പലവരും പറഞ്ഞ കാശൊക്കെ കാണുന്നത് എന്നെ വളരെ സ്നേഹത്തോടു കൂടി കരുതിയിരുന്ന അല്ലെങ്കിൽ അംഗീകരിച്ചിരുന്ന ചാക്കോച്ചനാണ്. അപ്പോൾ വളരെ സന്തോഷമാണ് ചാക്കോച്ചൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. നിമിഷമായിട്ടും നല്ല സൗഹൃദമുള്ളതുകൊണ്ട് തന്നെ സീൻസൊക്കെ ഭയങ്കര രസമായിട്ടാണ് ഞങ്ങൾ അതിൽ വർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ പുറത്തുള്ള എല്ലാ ഫിലിം ഫെസ്റ്റിവലുകളിലും കാര്യങ്ങളിലൊക്കെ നമ്മുടെ മലയാളത്തിൽ നിന്ന് സിനിമകൾ പോയി നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ മലയാള സിനിമയുടെ ക്വാളിറ്റി പുറത്ത് പണ്ട് മുതലുണ്ട്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ യങ്സ്റ്റേഴ്സ് വന്നിട്ട് കുറേ സിനിമകൾ ചെയ്ത് നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിക്ക് നല്ല പേരുകൾ ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൺസേൺ ആണ് അവരുടെ പ്രൊജക്റ്റിനെ കുറിച്ച്. അപ്പോൾ നായാട്ട് പോലത്തെ ഒരു പടം ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് പറയുന്നതല്ല, അത് ആ ക്വാളിറ്റി തന്നെ നമുക്ക് ഇന്നും അഭിമാനിക്കാവുന്നതാണ്. ഇതിലുള്ള എല്ലാവരും ഈ പടം കാണുമ്പോൾ ഈ പടത്തിന്റെ പ്രസ് മീറ്റ് ഞങ്ങൾ ഉണ്ടായിരുന്നു പറയാൻ ഓക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ ആ സിനിമയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. ഞാൻ ഏപ്രിൽ 8 വേണ്ടി കാത്തിരിക്കുകയാണ് ആ പടം തിയേറ്ററിൽ വന്ന് എല്ലാവരും ഒപ്പിങ്ങിന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് നല്ല സിനിമ ആസ്വദിക്കാം. താങ്ക് യു ചാക്കോച്ചൻ, താങ്ക്സ്. ഉഷ താങ്ക്സ്, മാർട്ടിൻ താങ്ക്സ്, എല്ലാവരോടും നന്ദി. ഞാനാണെങ്കിൽ പോലും സുനിത എന്നൊരു ക്യാരക്ടർ ഒട്ടും സംസാരിക്കാത്ത, പക്ഷേ ഒരു സിറ്റുവേഷൻ വന്ന ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മളിപ്പം ഹ്യൂമൻ ബീങ്സ് അല്ലേ, നമ്മളെല്ലാവരിലും ഒരു മാറ്റം വരുന്നത് ഓരോരോ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 3 ക്യാരക്ടേഴ്സിലും ആ ഒരു ഗ്രാഫ് ഉണ്ട്. നല്ലൊരു സിനിമയാണ്. ബ്രില്യൻ ടെക്നിക്കൽ ക്രൂവും നല്ല 2 ആക്ടേഴ്സും ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിന്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു മാർട്ടിൻ ചേട്ടൻ, സുനിത എന്നൊരു ക്യാരക്ടർ, ഷാഹിക, സുനിത എന്നൊരു ക്യാരക്ടർ, അല്ലെങ്കിൽ പ്രവീണും മണിയൻ എന്നൊരു ക്യാരക്ടേഴ്സ് ഞങ്ങൾ 3 പേർക്കും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അപ്രോച്ച് ചെയ്തതിൽ എല്ലാവരും സിനിമ കുടുംബത്തോടെ പോയിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും ബ്ലെസ്സിങ്സും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ജോസഫ് എന്ന സിനിമയിൽ നിന്നുള്ള വ്യത്യസ്തമായ ഒരു പോലീസ് വേഷം എന്താണ്? അതിന്റെ കഥ തന്നെയാണ്. കഥയും കഥാപാത്രവും ഒരു ബന്ധവുമില്ല. ജോസഫ് പറഞ്ഞതും ഡിസ്കസ് ചെയ്തതുമായിട്ടുള്ള ആ ഒരു ഇമോഷനോ അല്ലെങ്കിൽ അത്തരം ട്രാവലുകളൊന്നും തന്നെ ഈ കഥാപാത്രങ്ങൾക്ക് ആർക്കുമില്ല. ഈ 3 കഥാപാത്രങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ. അത് എല്ലാം ഭയങ്കര ഐഡന്റിറ്റി ഉള്ള വേറൊരു ട്രാവലാണ്. അത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ജോസഫ് കുറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഹോസ്പിറ്റൽ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത വിഷയം ഇതുപോലെ തന്നെ അതിൽ കൂടുതലായിട്ട് ചിലപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിരിക്കും നായകൻ. കാരണം അത്
ഭയങ്കര, കാരണം നാട്ടിലെ പിന്നിലുള്ള ആളുകൾ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ തീർച്ചയായിട്ടും പോലീസ് ആണെന്നുള്ളൊരു കോമൺ ഫാക്ടർ മാത്രമേ ഉള്ളൂ. പക്ഷെ കഥയും മറ്റുള്ള കാര്യങ്ങളും ഒന്നും തന്നെ ഈ സിനിമയായിട്ട് ആ സിനിമയായിട്ട് ഒന്നുമില്ല. അത് ഷാഹിയുടെ കഴിവാണ് അല്ലേ? ഇൻവെസ്റ്റിഗേഷൻ സിനിമ അല്ല ആക്ച്വലി. ഒരു സർവൈവർ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു ത്രില്ലറാണ്. ജോസഫെ വ്യത്യാസവും എനിക്ക് ജോസിന്റെ ക്യാരക്ടറാണ്. പിന്നെ പേഴ്സണലി എനിക്ക് എൻ്റെ വ്യക്തിപരമാണ് എനിക്ക് ജോസഫിനെ അതിനേക്കാളും ജോസിന്റെ അവനെ വളരെ ഇഷ്ടപ്പെട്ട ഈ സിനിമയിലാണ് സത്യസന്ധമായിട്ട്. എനിക്ക് ചാക്കോച്ചൻ നിമിഷ ഒരു പ്രത്യേകിച്ച് പറയേണ്ട കൂടിയാണ്. ഭയങ്കര മത്സരമായിരുന്നു, ഭക്ഷണത്തിൻ്റെ ആയിരുന്നു. ഇതിൽ ഏറ്റവും ഭാരമേറിയ റോൾ ജോജുവാണ് ചെയ്തത്. നേരത്തെ 132 കിലോ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനല്ലേ ഇതില് ഓഫ്കോഴ്സ് ഒരു കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനേക്കാൾ ഉപരി അത് ആ കഥാപാത്രങ്ങളിലേക്ക് എത്രത്തോളം ഇറങ്ങി ചെല്ലുന്നു എന്നതിലാണ് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. അതായത് എനിക്ക് ഡയലോഗ് കൂടുതൽ വേണം, അല്ലെങ്കിൽ എൻ്റെ സ്ക്രീൻ പ്രസൻസ് കൂടുതൽ വേണം, സ്ക്രീൻ സ്പേസ് കൂടുതൽ വേണം, അങ്ങനത്തെ രീതിയിൽ അങ്ങനത്തെയുള്ള വളരെ ബാലിശമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഇതിലില്ലായിരുന്നു. പടം എത്രത്തോളം നന്നാക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മത്സരം മാത്രമേ ഉണ്ടായിട്ട് എനിക്കുള്ളൂ. പക്ഷെ അതിൽ മത്സരത്തേക്കാൾ ഉപരി മറ്റൊരാൾ ആ കഥാപാത്രം എത്ര നന്നായിട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ അഭിപ്രായങ്ങളും ഒരു കറക്ഷൻസും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു ടീം എഫേർട്ട് തന്നെയാണ്. കാരണം ഈ സിനിമ എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് കഥ കേൾക്കുമ്പോഴും അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ സമയത്തും അറിഞ്ഞ് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. അപ്പം അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ കഥാപാത്രം എത്രത്തോളം നന്നാകുന്നതും അത്രത്തോളം ആ സിനിമയും നന്നാവും, ഞങ്ങളുടെ കഥാപാത്രങ്ങളും നന്നാവും എന്നുള്ളൊരു തിരിച്ചറിവ് മനസ്സിലാക്കലും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും നല്ലൊരു സിനിമയായിട്ട് വരണം. അത് തിയേറ്ററിൽ തന്നെ വന്ന ആൾക്കാർ കാണണം, കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ തന്നെ വരണം എന്നുള്ളൊരു മത്സരബുദ്ധി ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. അത്രയുള്ളൂ. ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടുകൊണ്ട് പൃഥ്വിരാജ് പറഞ്ഞത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു ചിത്രമായിരിക്കും നായാട്ടം എന്നുള്ളത്. അപ്പോഴേക്കും സംഗതി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മലയാള സിനിമ ഈ നായാട്ടിനെ കാത്തിരിക്കുന്നത്? ചേട്ടനുമായിട്ടും എല്ലാം വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് രാജു. സിനിമയെ പറ്റി വളരെ വ്യക്തമായ ധാരണകളും കാഴ്ചപ്പാടുകളും ഉള്ള ഒരു അഭിനേതാവും ഒരു ടെക്നീഷ്യനും കൂടെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ സിനിമയുടെ കഥയെപ്പറ്റി രാജുവിനും അറിയാം, വ്യക്തമായിട്ട് അറിയാം. രാജു എനിക്ക് മെസ്സേജ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഫസ്റ്റ് പോസ്റ്റർ റിലീസ് ചെയ്യുന്ന സമയത്തും എല്ലാം നായകനെ കുറിച്ച് വളരെ ഗംഭീരമായിട്ടുള്ള അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളുമാണ് പറയുന്നത്. കാരണം ഇത് തിയേറ്ററിൽ തന്നെ വരണം, തിയേറ്ററിൽ തന്നെ വന്ന ആൾക്കാർ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഈ ചിത്രം വിജയിക്കും എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആസ്പെക്ട് ഒരു വാക്കുകളുമാണ് രാജുവിൻ്റെ ഭാഗത്തു നിന്ന് കേൾക്കുകയും കാണാനായിട്ട് സാധിച്ചത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ല സിനിമകൾ മലയാളത്തിൽ നിന്നുണ്ടാകും, അത് ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ളത് ഒരാളുടെ മാത്രം ആഗ്രഹമായിട്ട് നിൽക്കുന്നില്ല. ആസ് എൻ ഇൻഡസ്ട്രി ഹോൾ ടുഗദർ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. എൻ്റെ സിനിമ മാത്രം ഓടുക, മറ്റുള്ളവരുടെ സിനിമ അത്ര നന്നായിട്ട് ഓടണ്ട എന്നുള്ളത് മാറ്റി നിർത്തി ഇറങ്ങുന്ന സിനിമകൾ ഓടിയാൽ മാത്രമേ തങ്ങൾക്കും നിലനിൽപ്പുണ്ടാവൂ എന്നുള്ളൊരു തിരിച്ചറിവ് വളരെ വൈകിയാണെങ്കിൽ പോലും, ചിലപ്പോൾ ഒരു കോവിഡ് തന്നെ വേണ്ടി വന്നിരിക്കണം ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകും, ആ ഒരു രീതിയിൽ പോലും ഇങ്ങനൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നല്ല സിനിമകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഉദാഹരണത്തിന് ഇപ്പോൾ ജാവ എന്ന് പറയുന്ന ഒരു സിനിമ, അതിൽ അറിയപ്പെടുന്ന ടെക്നീഷ്യൻസോ അറിയപ്പെടുന്ന വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സോ ബാനർ വാല്യൂ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ തിയേറ്ററിൽ റെസ്പോൺസും റിവ്യൂസും കിട്ടിയ ഒരു സിനിമയാണ്. അപ്പം അത് തെളിയിക്കുന്ന ഒരു കാര്യം സിനിമ നല്ലതാണെങ്കിൽ ഏത് സാഹചര്യമാണെങ്കിലും ഓടും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ല സിനിമകൾ കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ആ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല എന്നുള്ളതാണ് ആ സിനിമയുടെ പുറത്തു നിന്നുമുള്ള രാജുവിനെ പോലുള്ള വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു വെൽക്കം ചേഞ്ച് തന്നെയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആസ്പെക്റ്റാണ് അത്. താങ്ക് യു ഫോർ ദാറ്റ്. 1980-ലാണ് നായാട്ട് എന്നൊരു സിനിമ ഇതേ പേരിൽ വരുന്നത്. അതിനുശേഷം 41 വർഷത്തിന് ശേഷമാണ് ഈ പേര്. ആ സിനിമയും ഈ സിനിമയുമായിട്ട് ഈ പേരിലേക്ക് ഒരു സാമ്യം വരാനുള്ള കാരണം നമുക്ക് ഈ സിനിമയ്ക്ക് ഏറ്റവും നല്ല ടൈറ്റിൽ ഇതാണെന്ന് തോന്നി. ആ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല, കഥയോ യാതൊരു ഈ സിനിമയുടെ ഏറ്റവും നല്ല ടൈറ്റിൽ ഇതാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ല, ഇത് ട്രൂ സ്റ്റോറി ഇല്ല. ചില ഇൻസിഡൻസിനെയൊക്കെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ടോട്ടലി ഇതൊരു ട്രൂ സ്റ്റോറി ഇല്ല. മാർട്ടിൻ പ്രക്കാടിന്റെ
ലാസ്റ്റ് 3 സിനിമകൾ എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് പാക്ഡ് ആയിട്ടുള്ള പടങ്ങളാണ്. ഫുൾ ഓൺ ഫാമിലിക്കൊക്കെ ഇത്. ഈ നായാട്ടും അത്തരത്തിലുള്ള ഒരു ജോണറിൽ പെടുന്ന പടമാണ്. 100%. അത് എനിക്ക് തോന്നുന്നു മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം മാർട്ടിൻ കൊമേഴ്ഷ്യൽ സിനിമകൾ, കൊമേഴ്ഷ്യൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കൂടുതൽ ആളുകൾ കാണുന്നുള്ള ലെവലിലാണ്. അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ ചെയ്യാനാണ് മാസ് അപ്പീലുള്ള ഒരു സംഭവമാണ് നായാട്ടിൽ. അങ്ങനത്തെ ഇമോഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് കഥാപാത്രങ്ങളിലൂടെ, കഥയിലൂടെ, അതിൻ്റെ അവതരണത്തിലൂടെ. അതിൻ്റെ ലൊക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമയിലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം മണവന്നൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാമമുണ്ട് കൊടൈക്കനാലിൽ നിന്ന് 55 കിലോമീറ്ററാണ്. ഏകദേശം 700 വർഷം പഴക്കമുള്ള ഒരു ഗ്രാമമാണ്. കൊടൈക്കനാലൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഉടുപ്പൽപേട്ട് വഴി ആളുകൾ കയറി വന്ന് താമസം തുടങ്ങിയ ഒരു ഗ്രാമമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾക്ക് ഇവിടേക്ക് വരുന്ന ക്യാരറ്റ് കംപ്ലീറ്റ് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് ആ സ്ഥലം ഞാൻ ഈ അടുത്തും പോയിട്ടുണ്ടായിരുന്നു. ഭൂമിയിലൊരു സ്വർഗം പോലൊരു സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അത് ഷൂട്ട് ചെയ്തത് ഈവനിങ്ങിൽ ഇത് ഒരു ടൈം പീരീഡ് പിടിക്കേണ്ടതുകൊണ്ട് ഈവനിങ്ങിൽ കുറച്ച് സമയം മാത്രമേ ഷൂട്ട് ചെയ്യും. അപ്പോൾ അതുവരെ ഞങ്ങൾ റിഹേഴ്സൽ ചെയ്ത് കാത്തിരിക്കും, ഇഷ്ടമുള്ള ഭക്ഷണം തിന്നാൻ തരും. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമാണ് സമയം ഫോട്ടോഗ്രാഫിയുടെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട്, ഡയറക്ടറുടെ മേക്കിങ്ങിൻ്റെ ഇതിന് വേണ്ടിയിട്ട്. അപ്പം അത്രയും ഒരു എഫേർട്ട് ആ സിനിമയിൽ എടുത്തിട്ടുണ്ട്. അത് എന്താ പറയുക, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആയിട്ട് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കുന്നത്. ഓഡിഷൻ ചെയ്തിട്ട് കുറെ താരങ്ങളെ പുതിയ ന്യൂകമേഴ്സിനെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നു. അത്തരത്തിലുള്ള ഒരു സാധ്യത ഈ ചിത്രത്തിൽ ഒരുപാട് പെർഫോമൻസ്ഡ് ആയിട്ടുള്ള പുതിയ അവസരങ്ങളാണ്. ഒരുപാട് പുതിയ ആൾക്കാരുണ്ട് ഈ സിനിമയിൽ. ഫീമെയിലും മെയിലായിട്ടുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ അനിൽ നെടുങ്ങമാടിൻ്റെ മികച്ചൊരു ക്യാരക്ടർ ഈ സിനിമയിലുണ്ട് അനിലിൻ്റെ. അപ്പോൾ ഈ ഓഡിഷൻ ചെയ്തപ്പോൾ ഒരു ലേഡി അനിലിൻ്റെ കൂടെ അഭിനയിക്കാനായിട്ടുള്ളൊരു മെയിൻ കഥാപാത്രത്തെ, അതുകൊണ്ടാണ് ഞാൻ ഉറപ്പ് പറഞ്ഞത്. കുറേ പേരുണ്ട് പുതിയ ആൾക്കാർ, ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ. രാക്ഷസനിലെ വിനോദ് രാക്ഷസൻ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വിനോദ് എന്ന് പറഞ്ഞിട്ടുള്ള അധ്യാപകൻ. കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഈ 3 പേരെ മാത്രമാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. പക്ഷെ സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങളുള്ള സിനിമ. ജോജുവും ചാക്കോച്ചനും പോലീസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നിമിഷയുടെ അടുത്താണ് ജോജുവും ചാക്കോച്ചനും പോലീസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നിമിഷ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് പോലീസ് വേഷത്തിൽ എത്തുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്നെ ആക്ച്വലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയിട്ട് എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ലൈക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ അവിടെ മാനറിസംസ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഫോളോ ചെയ്തപ്പം കുറച്ചും കൂടി ഈസി ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഷാഹിക ഫുൾ ടൈം സെറ്റിൽ ഉണ്ടായിരുന്നു. അപ്പം കുറേ കാര്യങ്ങൾ വന്ന് പറഞ്ഞു തരുമായിരുന്നു, ലൈക്ക് ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നതെന്നൊക്കെ. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന കുറെ സീനുകളൊക്കെ വേറെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ കേസുമായിട്ട് ബന്ധുന്ന സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഈ സിനിമയിൽ ഉണ്ടാവുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ? മനസ്സിലായില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നമ്മൾ മാല പോയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പോലീസിന് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ഇങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ താങ്കൾ പോലീസായി അഭിനയിക്കുമ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടോ? വേറെ ആളുകൾ വന്നിട്ട്? അതാണ് എൻ്റെ ക്യാരക്ടറുടെ പ്രത്യേകത എനിക്ക് തോന്നിയത്. ലൈക്ക് കുറച്ചും കൂടി സൈലന്റ് ആയിട്ടുള്ള, ലൈക്ക് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ്. ലൈക്ക് കൂടുതൽ സംസാരിക്കാറില്ല. പക്ഷെ അവൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവളിൽ കൊണ്ടുവന്ന ഒരു മാറ്റം വരുമ്പോഴാണ് ഈ ക്യാരക്ടർ ഒന്ന് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ട്. ലൈക്ക് നമ്മൾ എപ്പോഴും സംസാരിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് എല്ലാ സിറ്റുവേഷനിലും നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ നമ്മുടെ ലൈഫിൽ വരുന്ന ഒരു മാറ്റം ഉണ്ട്, അതിലാണ് നമ്മളൊരു ചേഞ്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്യാരക്ടറുടെ ഒരു പ്രത്യേകത അതാണ് സുനിതയുടെ. ഇവർ രണ്ടുപേരും കൂടി അഭിനയിക്കണം, അതാണ് തന്നെയായിരുന്നു. നമ്മൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ചും കൂടി ഒരു ഫ്ലോ ഉണ്ട് അഭിനയിക്കുമ്പോൾ. ലൈക്ക് ഇപ്പോൾ ചാക്കോച്ചനാണെങ്കിലും ജോജോ ഏട്ടനാണെങ്കിലും ലൈക്ക് അവരെ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ആ ഒരു സ്പേസിലിട്ട് അവർ പെട്ടെന്ന് ചെയ്യും. അപ്പം നമുക്ക് കുറച്ച് പാടാണത് നമ്മളോട് പെട്ടെന്ന് ചെയ്യാൻ പറയുമ്പോൾ. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് പോലീസ് സ്റ്റേഷനിൽ പോവുക, അവരെ ഒബ്സർവ് ചെയ്യുക, അതൊക്കെ വന്നപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഒന്ന് ഈസിയായത്. ചാക്കോച്ചൻ ഇതിനു മുമ്പും എന്താണ് പോലീസ് കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നായട്ടിലെ പ്രവീൺ മൈക്കിൾ എന്തുകൊണ്ടാണ് ആകർഷിച്ചത്? ഏറ്റവും ആദ്യം മാർട്ടിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അപ്പം അതിൻ്റെ ഇത് ഞാൻ ചോദിച്ച് വാങ്ങിച്ച റോളാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ചെയ്തിട്ടുണ്ട്. നേരത്തെ നിമിഷം പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനുകളിൽ മാർട്ടിൻ എന്നെയും കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ഇരുന്ന്
അവരുടെ എങ്ങനെയാണ് അവരുടെ ഒരു റെക്കോർഡിക്കൽ വർക്ക് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ആൾക്കാരുടെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ്. ഓഫ്കോഴ്സ് നമ്മൾ വരുമ്പം അവർ കുറച്ചും കൂടെ ഒരു എന്താ പറയുക സ്മൂത്തായിട്ടായിരിക്കും ഡീൽ ചെയ്തത്. പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെ ചെന്നിട്ട് അവരുടെ ഒരു ആംബിയൻസ് കറക്റ്റായിട്ടുള്ള അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും അവരുടെ ഒരു ആൾക്കാർക്കുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പിന്നെ കുറച്ചും കൂടെ ഇതുവരെ കാണാത്തൊരു രീതിയിലുള്ളൊരു ഒരു ഒരു ആക്ടിങ് പാറ്റേൺ പിടിക്കണം എന്ന് മാർട്ടിന് നിർബന്ധമുണ്ടായിരുന്നു എന്നെക്കാൾ കൂടുതൽ. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ചെറിയൊരു ഒരു പുരികത്തിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക, നമ്മളിങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ പറഞ്ഞാൽ അത്രയും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നിർത്തിയാൽ മതി, അത്രയും സ്ട്രെയിൻ എടുക്കണ്ട, പുരികങ്ങൾക്ക് അത്രയും സ്ട്രെയിൻ കൊടുക്കേണ്ട എന്ന് പറയുന്ന തരത്തിൽ പോലും അത്രയും ഡീറ്റെയിലായിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഡീറ്റെയിലേക്ക് മാറ്റി ഇറങ്ങിയിട്ടുള്ളത്. അപ്പം അത് ഒരുപാട് ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു വടംവലി സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പം സാധാരണ എന്നെ കണ്ടിട്ടുള്ള ആൾക്കാർ ഒരു വടംവലിയുടെ ഇടയ്ക്ക് ഞാൻ ചെന്നപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള എഫേർട്ടുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട്. നമ്മൾ റിയലായിട്ടുള്ളൊരു വടംവലി സീക്വൻസാണ് ഷൂട്ട് ചെയ്തത്, കോമ്പറ്റീഷനിലൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. റിയലായിട്ടുള്ള ടീമുകൾക്കെതിരെയാണ് നമ്മൾ വടംവലി മത്സരം നടന്നത് കാര്യങ്ങളൊക്കെ. സാധാരണ ഓണാഘോഷങ്ങൾക്ക് നമുക്ക് ബ്ലാക്കിൻ്റെ താഴെയൊക്കെ പിടിച്ച് വലിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു വടംവലി പരിപാടികളൊന്നുമല്ല. അത് ആ സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും എത്രത്തോളം അതിനുള്ള എഫേർട്ടുകളും കാര്യങ്ങളും എടുത്തിട്ടുണ്ടെന്നുള്ളൂ. അതുപോലെ ഒരു ആക്ടിങ് പാറ്റേണിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നതിനെ പറ്റി വളരെ വ്യക്തമായ ധാരണകളും കണക്കൂട്ടലുകളും എല്ലാം മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്ത് വേണ്ട എന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണ മാറ്റിനുള്ളതുകൊണ്ട് പ്രവീൺ മൈക്കിൾ എന്ന കഥാപാത്രം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കഥാപാത്രങ്ങളുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ മാറി നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അടുത്ത പ്രശ്നം പറയാം. മറ്റു ആർട്ടിസ്റ്റുകളാരാണ് ഈ സിനിമയിൽ നായക് സിനിമയിലെ മറ്റു ആർട്ടിസ്റ്റുകൾ? അതിൽ ജാഫർക്ക് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ രാക്ഷസൻ എന്ന സിനിമയിൽ ഒരു പ്രൊഫസർ കഥാപാത്രം ചെയ്ത് വിനോദ് എന്ന തമിഴ് ആക്ടർ അദ്ദേഹം ഒരു നല്ല റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ അനിൽ നെടുമങ്ങാടിൻ്റെ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രം ഈ സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരുപാട് പുതിയ ആക്ടേഴ്സാണ് ഉള്ളത്. അതിൽ കുറേ പേരെ നമ്മൾ ഓഡീഷൻ ചെയ്ത് കണ്ടെടുത്തുള്ളത്. ഒരു ആലപ്പുഴക്കാരനൊരു പയ്യനുണ്ട്. ആലപ്പുഴക്കാരൻ പയ്യന്മാരുടെ ഇത്രയും ബിജു എന്നൊരു കഥാപാത്രം ഇത്രയും അലമ്പ് പയ്യന്മാരുണ്ടെന്നുള്ളത് ഞാൻ തന്നെ കേട്ടുപോയി. ഒരു രക്ഷയാണത്. അപ്പോൾ അങ്ങനെ പുതിയ കുറേ ആൾക്കാർ ഇതിലുണ്ട്. അപ്പോൾ അവരെല്ലാവരും എന്തും ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയും പക്ഷെ എന്ത് ചെയ്യേണ്ട എന്നതിനെ പറ്റി വ്യക്തമായ ധാരണയുള്ള ഒരു ഡയറക്ടറിന്റെ മുമ്പിലാണ് അവർ വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ കൺട്രോൾഡായിട്ട് നമ്മൾ ഓവർ ദ ബോർഡ് പോകാതെ വളരെ കൺട്രോൾഡായിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഓൾമോസ്റ്റ് റിയലിസ്റ്റിക് തന്നെ നിന്നുകൊണ്ടുള്ള ഒരു ആക്ടിങ് പാറ്റേണും ഒരു മേക്കിംഗ് പാറ്റേണുമാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. പക്ഷേ ആ കഥയുടെ ഗ്രോത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അഭിനയ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ എടുത്തുകൊണ്ട് തന്നെ ആ ഒരു കഥയുടെ പോക്കും അതിൻ്റെ കൂടെയുള്ള യാത്രയും അതിൻ്റെ ഒരു നമ്മളെ വലിഞ്ഞു മുറുക്കുന്ന ഒരു ഫീലുണ്ട്. അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്നിൽ നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നായാട്ട് എന്ന സിനിമ അതിൻ്റെ ഫുൾ എഫക്റ്റിൽ ഫുൾ ഗ്രാൻഡിയറുള്ള തിയേറ്ററിൽ തന്നെ കാണണമെന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കാനുള്ളത് കാരണം. ഇത് നല്ല സിനിമയോടാണ്, വേറെ ഒരു ബന്ധമില്ല. അത് മാർട്ടിൻ കൂടെ സുഹൃത്താണ്. ഇത് നല്ല സിനിമയാണ്. ഷാഹി പിന്നെ എന്തോ ഞാൻ നിമിത്തത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. ഷാഹി അന്ന് വന്ന് ജോസഫിന്റെ കഥ പറഞ്ഞ സമയത്ത് അത് പറഞ്ഞൊരു 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് അത് നടന്നത്. അതിന് വരെ എടുത്തിട്ട് പോകണം, അത് എനിക്ക് എടുത്തത്. പക്ഷെ അതിന് മുമ്പേ പറഞ്ഞ കഥയാണ് ഈ കഥ. ഈ കഥ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഈ കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മാറ്റെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവം. പിന്നെ അത് സിനിമയെ വരാൻ എടുത്തത് ഏകദേശം 5 വർഷത്തോളമാണ്. 3 വർഷത്തോളം ആ സിനിമയെ വരാൻ. അപ്പോൾ ഞാനതിൽ വരുമ്പോൾ ഞാൻ ഒരിക്കലും സാധ്യത ചിന്തിച്ചിരുന്നില്ല. കാരണം മാറ്റന്റെ കാഴ്ചപ്പാടുകൾ എന്നിൽ നിന്ന് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അദ്ദേഹം എന്നെ അതിലൊന്നും ചിന്തിക്കുന്നൊന്നും ചിന്തിച്ചില്ല. പക്ഷെ എനിക്കത് കിട്ടി. അത് ഭയങ്കര ഭാഗ്യമായിട്ടുള്ളതാണ്. ഷാഹി പറയുന്ന കഥകളൊക്കെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളത് പോലീസായിരുന്നു. കാരണം പണ്ട് പൊക്കവും മണ്ണുള്ളതുകൊണ്ട് എല്ലാവരും എന്നെ പോലീസ് വേഷത്തിലാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഒരു 10 പണ്ണൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം
എനിക്കെന്ന് തോന്നി ഇനി ഇത് പോലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിലും പോലീസുകാരുടെ സൗഹൃദം വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കുകയും അവരിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ട് മാറ്റാനായിട്ടൊക്കെ ഒരു ശ്രമം നടത്തുമായിരുന്നു. അപ്പോൾ ഷായി പറയുന്ന കഥകൾ എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ഇമോഷനായിട്ടൊക്കെ കണക്റ്റഡാണ്. എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതൊരു ഭാഗ്യമാണത്. അപ്പം അത് എല്ലായിടത്തും കിട്ടിക്കോളന്നില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. നിമിഷയെ സംബന്ധിച്ചിടത്തോളം നിമിഷ ചെയ്യുന്ന ക്യാരക്ടേഴ്സിലൊക്കെ യഥാർത്ഥത്തിൽ ഒരു നിയോ റിയലിസം ക്യാരക്ടർ പ്രസന്റേഷനിൽ നോക്കാറുണ്ട്. ഇപ്പം ഐ മീൻ റിസർച്ച് ചെയ്തിട്ടാണ് പല ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കുന്നതെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു പോലീസ് കഥാപാത്രം ചെയ്യാൻ നേരത്തെ യഥാർത്ഥത്തിൽ എത്രത്തോളം ഡിഫിക്കൽട്ടായിട്ട് അതിന് വർക്ക് ചെയ്യേണ്ടി വരും? ഡിഫിക്കൽട്ടായിരുന്നു ചോദിച്ചാൽ എല്ലാ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററും നല്ലൊരു ഡയറക്ടറും നമ്മളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആവാറുണ്ട്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്കല്ല ഏറ്റവും കൂടുതൽ നന്നായിട്ട് മനസ്സിലാവുന്ന അല്ലെങ്കിൽ അറിയാവുന്ന അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്തത് ഫസ്റ്റ് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് ഷായിക്കായിട്ടാണ്. അപ്പോൾ ഷാഹിക്ക ഒരു പോലീസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ പോലീസ് സ്റ്റേഷൻ വിസിറ്റ് ഒക്കെ ആയപ്പം ഓൾറെഡി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറയില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസും നമ്മളെ അത് ബാധിക്കാറുണ്ട്. അപ്പോൾ ഇവരുടെ നല്ലൊരു പെർഫോമൻസ് ലൈക്ക് കോ ആക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ ആ രീതിയിലും വർക്കാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ പ്രശ്നമില്ലായിരുന്നു. ഓക്കെ ആയിട്ട് സ്മൂത്തായിട്ട് പോയി എന്നാണ് എൻ്റെ ഒരു വിചാരം. 90s കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം ചാക്ക് വെച്ച ഒരു അഡിക്സ് എന്തായാലും സ്വാഭാവികമായി അനിത്യഭാവിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. സംബന്ധിച്ച ആ ഫീലിംഗ് എങ്ങനെയുണ്ടായിരുന്നു? എന്ത് അതായത് കുഞ്ഞു അയ്യോ നമ്മളത് സംസാരിക്കാൻ അയ്യോ വേണ്ട. ഇല്ല ചാക്കോച്ചന് കത്തെഴുതിയ കാര്യമൊക്കെ പറ. എന്ത് ചാക്കോച്ചന് കത്തെഴുതിയ കാര്യമൊക്കെ പറ. ഇല്ല എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു സുന്ദരനെ കണ്ടിട്ട് ഞാൻ ചാക്കോച്ചനെ ഞാൻ ഇപ്പോഴൊന്നും നോക്കുന്നുണ്ട്. ചാക്കോച്ചനെ ഞാൻ ആദ്യം നമ്മുടെ സൗഹൃദ സംഭാഷണം പോലെ കണ്ടത്. ചാക്കോച്ചനെ ഞാൻ ആദ്യം കാണുന്നത് ചാക്കോച്ചൻ്റെ ഒരു ഹോണ്ട സിറ്റിയുടെ ബ്ലൂ കളർ വണ്ടി ഉണ്ടായിരുന്നു. 2002 അല്ലേ വണ്ടി കണ്ടത്. ഈ വണ്ടി എഞ്ചിനോട് കൂടെ പോകുമ്പോൾ ഞാനൊരു ഓട്ടോയിൽ വേഗത്തിൽ ഓടി കയറി പോകുമ്പോഴാണ് ചാക്കോച്ചൻ ഞാൻ പാട്ടൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് കണ്ണുകൾ നോക്കി നിന്നിട്ട് ചാക്കോച്ചൻ ആ സിനിമയിൽ ഇറങ്ങിയ പലതരം ഡാൻസ് സ്റ്റെപ്പ് കാണിച്ചിട്ട് പുള്ളി എന്റെ ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ട ഒരു ഇൻസിഡന്റ്. അപ്പൊ എനിക്ക് അല്ല എന്തൊക്കെ സുന്ദരന്മാരെക്കാണല്ലോ സുന്ദരന്മാരാന്ന് പറയണം. ഞാൻ ചാക്കോച്ചൻ ശരി സുന്ദരൻ. അല്ല ഞാനിപ്പോ ഞാൻ അന്ന് നമ്മള് പ്രേമിക്കുന്ന സമയത്തൊക്കെ പാട്ട് കൊടുക്കണത് ഒരു രാജമല്ല റെക്കോർഡ് ചെയ്ത് കൊടുക്കും. മറ്റേ 90s ഓയുടെ കാസറ്റ് അതൊക്കെ നമ്മൾ ചെയ്തിട്ടൊക്കെ ഈ പറയുന്നതാണ്. ഒന്നുമില്ല വേറെ എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവരൊക്കെ സിനിമയിൽ വന്നിട്ടാണ് ചാക്കോച്ചനെ കാണുന്നത്. ഞാനൊക്കെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് അസൂയോടെ നോക്കി നിൽക്കുന്നത്. തൃപ്തി. ഒരു ടോപ്പിക് അയ്യോ 5-ാം പതിക്ക് ശേഷം 6-ാം പതിൽ വരുന്നു. ഈ വർഷം ഉണ്ടാവുമോ? എന്തായി? ഈ വർഷം അവസാനത്തോടെ ഷൂട്ടിംഗ് തുടങ്ങാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് 5-ാം പതിനേക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു സിനിമ അറ്റ്ലീസ്റ്റ് അങ്ങനത്തെ ഒരു സിനിമ കൊണ്ടുവന്നതിൻ്റെ കാര്യമുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ആലോചനകൾ സംവിധായകരുടെ ഭാഗത്തു നിന്ന് കൂടന്വേഷണമായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഒരു സ്ക്രിപ്റ്റിൽ ഒന്ന് വർക്ക് ചെയ്തായിരുന്നു. പക്ഷെ അത് ഒന്നും കൂടെ ഒന്ന് റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി പ്ലോട്ടിൽ ഏകദേശം ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പണിയണം. ഇനിയിപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നത് മോഹൻകുമാർ ഫാൻസ് എന്ന് പറയുന്ന സിനിമയാണ്. ജിസി ജോലിയാണ് എൻ്റെ സംവിധാനം. സഞ്ജയ് ഗോപിയുടെ കഥയാണ്. ജിസാണ് സംവിധാനം. എൻ്റെ തിരക്കഥയും സംഭാഷണം തിരിച്ചിരിക്കുന്നു. മാജിക് ഫ്രെയിംസ് സ്റ്റീഫൻ പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നൊരു വലിയൊരു താരനിര തന്നെ അതിലുണ്ടാകും. തിയേറ്ററിലേക്ക് വരുന്ന സിനിമകളിൽ കുറച്ചുകൂടി ഒരു ഫാമിലി ഓറിയന്റഡ് ഫൺ ഫിലിം ആയിരിക്കും മോഹൻകുമാർ ഫാൻസ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. ഒരുപാട് ആക്ടേഴ്സും ഉണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ സിദ്ദീഖ് ഏട്ടൻ, മുകേഷ് ഏട്ടൻ, ശ്രീനി ഏട്ടൻ, അലൻ സർ ഏട്ടൻ,
സൈജു കുറുപ്പ്, വിനയ് ഫോർട്ട്, പുതിയൊരു നായികയാണ്, പിന്നെ പ്രശാന്ത്, ആസിഫലി ഒരു ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്. ജസ്റ്റിൻ്റെ ഇതുവരെയുള്ള സിനിമകൾ കണ്ടിട്ടുള്ള പോലെ തന്നെ ഒരു ഫീൽ ഗുഡ് പാറ്റേൺ ഫിലിം തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടെ ഹ്യൂമർ കൂടുതലുള്ള സിനിമയായിരിക്കും മോഹൻകുമാർ ഫാൻസ്. അപ്പോൾ അതാണ് അടുത്ത റിലീസ് ചെയ്യാനുള്ള സിനിമ. പിന്നെ നിഴൽ എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അങ്ങനെയിരിക്കുന്നു. ഇല്ല, കാരണം നായാട്ട് അല്ലെങ്കിൽ മോഹൻകുമാർ ഫാൻസും കോവിഡിന് മുമ്പ് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുള്ള സിനിമകളായിരുന്നു. കോവിഡിന് ശേഷം ഷൂട്ടിംഗ് നടന്നത് നിഴൽ എന്ന സിനിമയും ഭീമന്റെ വഴിയുമാണ്. അപ്പോൾ അതെല്ലാം 2 മാസം സമയങ്ങളിൽ എല്ലാം കഴിഞ്ഞിട്ടുള്ള സിനിമകളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമുക്ക് ഈ തിയേറ്ററിക്കൽ റിലീസുകൾ OTT എന്നതിനേക്കാൾ ഉപരി തിയേറ്ററിക്കൽ റിലീസാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് OTT പ്ലാറ്റ്ഫോമിനേക്കാൾ ഉപരി തിയേറ്റർ എന്ന് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആകുന്നു, ആ സമയത്ത് പടം റിലീസ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ വരികയും ആ അടിസ്ഥാനത്തിലാണ് മോഹൻകുമാർ ഫാൻസ് അതിനുശേഷം നായാട്ട് റിലീസ് വരുന്നത്. ധനുഷ് എന്താ പറയാൻ പാടില്ലെന്നുള്ളതാണ്. കാരണം നായാട്ടിൻ്റെ അടിപൊളി പടമാണ് അത്. ജഗമേതന്ത്രം എനിക്ക് കിട്ടിയ വലിയൊരു എൻട്രിയാണ് നമ്മുടെ സിനിമയിൽ. കാരണം കാർത്തിക് സുബ്രാജ് എന്നുള്ള വലിയൊരു ഡയറക്ടറുടെ കൂടെ അത് ഫുള്ള് ലണ്ടനിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. പിന്നെ എൻ്റെ കഥാപാത്രം പറഞ്ഞിട്ട് ചിരിക്കരുത്, ഞാൻ വലിയൊരു ഗ്യാങ്സ്റ്ററാണ് ആണ് എന്ന് ചിരിച്ചു. പക്ഷെ അത് വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ആ സിനിമ ചെയ്തിട്ടുള്ളത്. അത് എങ്ങനെയാണ് വേറൊരു ഭാഷയിൽ അഭിനയിക്കുന്നതിന് നിങ്ങളിവിടെ അഭിനയിക്കുന്ന പോലെ പോയിട്ട് ഉള്ള ഒരു പരിപാടിയിൽ റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ അതിനെ അദ്ദേഹം എങ്ങനെയാണ് ഒരു സിനിമയിൽ പുറത്തൊക്കെ പോയി അഭിനയിക്കുമ്പോൾ അതിനെ ഭാഷ അറിയില്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടാണ് അതിലോട്ട് എൻ്ററായത്. ഭയങ്കര നല്ല സിനിമയായിരിക്കും, വലിയ സിനിമയാണത്, വലിയൊരു പടമാണ്. 80 കോടി രൂപയൊക്കെ ഒരു സിനിമയാണത്. അതിൻ്റെ ഒരു ക്യാൻവാസ് ആ സിനിമയിലുണ്ട്. അത് ഭാഗം പറ്റി ബാക്കി പുതിയത് മധുരം ആ ഉണ്ട്, കുറച്ച് ഉണ്ട്. കാരണം എനിക്ക് ഞാനും എന്താ പറയുക പുറത്ത് പറഞ്ഞില്ല, ഇതൊക്കെ നടക്കട്ടെ എന്നുള്ളതാണ് പറഞ്ഞ് നമ്മൾ ലിസ്റ്റൊക്കെ കുറേ നല്ല ലിസ്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ കുറേ നാളായ സിനിമയുടെ പിന്നാലെ നടക്കുന്നതുകൊണ്ട് തന്നെ സംഭവിച്ചിട്ട് മാത്രമേ ഇതൊന്നും പറയാൻ പറ്റുള്ളൂ, നടന്നു എന്നുള്ളത് മാത്രം. ഈ നായാട്ടിൻ്റെ കഥ കേൾക്കുമ്പോൾ ഇത് ഇപ്പം എനിക്ക് പറയാൻ ഞാൻ നാട്ടിൽ ഉണ്ടെന്നുള്ളത്. പക്ഷെ അന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യമല്ലോ, അതിൽ അഭിനയിക്കാൻ പറ്റും, പിന്നെ മാത്രം അഭിനയിപ്പിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് സംഭവിച്ചു. അപ്പോൾ നല്ല വിശേഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ നല്ല സമയമാണെന്ന് തോന്നുന്നു ഇപ്പൊക്കെ. അപ്പോൾ അതുകൊണ്ട് നല്ല ഗുണങ്ങൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്, വരുന്നുണ്ട്, വഴി പറയാം. എന്തായാലും ഇത്രയായില്ലേ നിമിഷ 1-ലെ എക്സ്പീരിയൻസ് കൂടെ പറയാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മമ്മൂക്കയായിട്ട്. അത് കൊള്ളാട്ടാ, പുള്ളി പറയട്ടാ, എല്ലാവരും അടിപൊളി എക്സ്പീരിയൻസ് ഒരു ചെറിയ പിണറായി വിജയനാണോ? അല്ല, അത് നമുക്ക് ആ സമയത്ത് ചോദിക്കാം. അതിന്റെ പ്രശ്നം പിണറായി വിജയൻ ചെറിയൊരു മമ്മൂക്കയാണോ അതിന്റെ പറഞ്ഞേക്കാം. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, കൈ പൊട്ടുന്നതല്ല, ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഡൈവ് ചെയ്ത് ബൗണ്ടറി സേവ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് സേവ് ചെയ്തതിൻ്റെ ഭാഗ്യപത്രമാണത്. സേവായോ? സേവായി. പക്ഷേ കയ്യിൽ ചെറിയൊരു പരിക്കത്രേ ഉള്ളൂ.